ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിച്ചിരുന്നത് നാടൻ നെയ്പ്പത്തിലാണ്. അതും നമ്മുടെ കാസർഗോട്ടുകാരുണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി സാധാരണ പണ്ട് മുതലേ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പണ്ട് പുതിയാപ്പിളാൾ വരുന്ന സമയത്തും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കലുണ്ട്. എന്നാൽ അത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരും ജീരകം, ഒരു സവാളയുടെ പകുതി ഭാഗം ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം അതേ കപ്പിൽ നമ്മൾ ഏത് കപ്പിലാണ് അരിപ്പൊടി എടുത്തത് അതേ കപ്പിൽ 2 കപ്പ് തേങ്ങ ചിരവിതും കൂടി എടുത്തിട്ടുണ്ട്. തേങ്ങ ഈയൊരു പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ. കൂടുതൽ പേസ്റ്റ് പോലെ ആയാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ചില ആൾക്കാരൊക്കെ പത്തൽ പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കലുണ്ട്. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുട്ടുപൊടിയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് പുട്ടിൻ്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം. സാധാരണ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രി അരി കുതിർത്തണം, എന്നിട്ട് രാവിലെ അടിച്ച് അരച്ചിട്ടെടുക്കണം. അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ ഇത് മെനക്കെടില്ലാണ്ട് ഉണ്ടാക്കുന്ന അടിപൊളി നെയ്പ്പത്തിലാണ്. ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടിയും കൂടി ചേർത്തു. ഉപ്പ് നന്നായിട്ട് കലങ്ങിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കൈ കൊണ്ടാകുമ്പോൾ നല്ലപോലെ പൊള്ളിപ്പോവും. പിന്നെ വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ 1.5 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇത് ഞാൻ തന്നെ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തത്, അതായത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് അത്ര വെള്ളം ആവശ്യമില്ല. നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങുമല്ലോ, പുട്ടിൻ്റെ പൊടി, അതിലേക്ക് ഇതിനേക്കാളും കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരാറുണ്ട്. എൻ്റെ ഈ പുട്ടുപൊടിക്കുണ്ടല്ലോ 1.5 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കൈ കൊണ്ട് തൊടാൻ പറ്റുന്നൊരു പാകമുണ്ടല്ലോ, ഈ ഒരു പാകത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കുന്ന സമയത്ത് കൂടുതൽ സ്റ്റിക്കി ആവാൻ പാടില്ല. നന്നായിട്ട് ഉരുട്ടിയെടുക്കാനെല്ലാം പറ്റുന്നൊരു പാകമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. നമ്മൾ പുട്ടുപൊടിയിലേ ചേർത്തത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടറിയോ, ഇതിലേക്ക് കുറച്ച് നൈസ് പത്തിരിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി 1/4 കപ്പ് പത്തിരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കണം. പത്തിരിപ്പൊടി ചേർക്കാണ്ടും ചുട്ടെടുക്കാം. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, ചിലപ്പോൾ എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്സും കൂടിയാണ് ഈ പത്തിരിപ്പൊടി ചേർക്കൽ. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ ഒരു ഉരുള മാവ് എടുത്ത് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. വീണ്ടും ഒരു ഷീറ്റ് മൂടി അതിൻ്റെ മീതെ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. കൂടുതൽ ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തിന്നാവാൻ പാടില്ല, അതായത് കട്ടി കുറയാൻ പാടില്ല. അല്പം കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. എന്നിട്ട് തിളക്കുന്ന എണ്ണയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് എണ്ണ നല്ല പോലെ തിളക്കണം, അതേപോലെ തന്നെ കുഴിയുള്ള പാത്രത്തിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുക്കണം, നല്ലപോലെ മുങ്ങിക്കിടക്കണം. അപ്പോൾ ആ ഒരു 2 കാര്യമാണ് നമുക്ക് നെയ്പ്പത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നല്ല കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം, അതും പോയിൻ്റ് തന്നെയാണ്. പിന്നെ എണ്ണ നല്ലപോലെ മുങ്ങിക്കിടക്കണം. ഒരു കുഴിയുള്ള പാത്രം എടുക്കണം. വട്ടം കൂടിയ പാത്രം വേണ്ട, വട്ടം കുറഞ്ഞ പാത്രമാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തു. ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇത് മേലോട്ട് പൊങ്ങി വരും. എന്നിട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും ഒരു ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി നെയ്പ്പത്തലാണ്. ഇതാ ഞാൻ വീണ്ടും ഇട്ട് കാണിച്ചു തരാം. അല്പം കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. വട്ടം കൂടുതൽ വേണ്ട, വട്ടം കുറഞ്ഞ പോലെ നെയ്പ്പത്തിൽ കാണാൻ ഭംഗിയാണ്, നല്ലപോലെ പൊള്ളി വരികയും ചെയ്യും. ഇതാ ഞാനിപ്പോൾ വീഡിയോ ഇതേപോലെ എടുക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നൊന്നുമില്ല. ഇതാ ഇത്ര സമയം കൊണ്ട് തന്നെ പൊങ്ങി വരുന്നതാണ്ടാ. ഇതാ നന്നായിട്ട് പൊങ്ങി വന്നു. ഇനി കുറച്ചും കൂടി വെക്കണം. അടി ഒന്ന് ലൈറ്റ് ഗോൾഡ് കളർ ആവണം. അതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതാ ഈ ഒരു സമയം ഞാൻ കറക്റ്റ് വീഡിയോ തന്നെ പിടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം വെക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തു. തിരിച്ചിട്ടിട്ടും അതേപോലെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടില്ല. ഇതാ ഈ ഒരു സമയം കൊണ്ട് തന്നെ നല്ല പോലെ ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ നിന്നും മാറ്റാം. അല്പം പോലും ഓയിൽ കുടിക്കാണ്ട്
അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത്. പണ്ട് മുതൽ തന്നെ ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ അല്ലെങ്കിൽ പുതിയാപ്ല സൽക്കാരത്തിൽ ഉൾപ്പെടുത്തുന്ന റെസിപ്പിയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അപ്പമാണ് ഈ നെയ്പ്പത്തിൽ. എന്നാൽ ഇന്നും പല ആൾക്കാർക്കും കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്രമിച്ചാലുണ്ടല്ലോ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ രീതി മറക്കണ്ട. പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെള്ളം ഓരോ ആൾക്കാർക്കും ഓരോ അളവായിരിക്കും, കറക്റ്റ് പറയാൻ പറ്റില്ല. റെഡിമെയ്ഡ് പൊടി വാങ്ങുന്നുണ്ടെങ്കിലുണ്ടല്ലോ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ അളവുണ്ടല്ലോ 1.5 കപ്പ്, 2 കപ്പിന് 1.5 കപ്പ്. അപ്പോൾ അതെനിക്ക് കറക്റ്റായിരുന്നു. പിന്നെ ഒന്ന് ബൈൻഡിങ്ങിന് വേണ്ടി പത്തിരിപ്പൊടി ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ രീതി കൊണ്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് നെയ്പ്പത്തിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യാനും പറ്റും. നമുക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് കുറേ അരക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അരക്കൊന്നും വേണ്ട. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ചുടുന്ന സമയത്തുണ്ടല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ കറക്റ്റ് റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.